നിങ്ങളിപ്പോൾ ബിഗ് ബോസിന്റെ ലൈവ് കാണുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ജെന്യൂൻ ആയിട്ട് കമന്റ് ചെയ്യുക. കാരണം എനിക്ക് കാണണോ വേണ്ടയോ? എനിക്ക് നെവിന്റെ ഈ ഒരു ബിഹേവിയർ ഒക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാൻ തോന്നുവാണ്. എഗെയിൻ ഷാനവാസ് 24 മണിക്കൂറത്തേക്ക് ഇനി ഒബ്സർവേഷൻ ആണെങ്കിൽ വരില്ല. ഇപ്പൊ എന്തായാലും വരില്ല. തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഉറപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തുമില്ല. അപ്പം അനുമോളും ആദിലയും നൂറയും സ്വാഭാവികമായിട്ടും അത് പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ഷാനവാസക്കയുടെ വീട്ടുകാർ ഇത് കാണുന്നതല്ലേ, അപ്പോൾ അവരൊക്കെ എങ്ങനെയായിരിക്കും ഇത് സഹിക്കുന്നത്, അവരെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റുമോ, എന്തായിരിക്കും പുറത്തിപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുകയാണ്. അത് ഒരു പരിധി വരെ നമ്മളിത് ചിന്തിക്കണം. അതായത് പുറത്ത് ഒരു ലോകം നിങ്ങളെ നോക്കി കാണുന്നു എന്ന് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവർത്തികൾ അത് കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇവിടെ വന്ന ആ ഒരു സമയം തൊട്ടേ ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് കളിക്കുന്നു, അനുമോള് ഇമേജ് കോൺഷ്യസ് ആണ്, അനുമോള് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇമേജ് കോൺഷ്യസ് ആവുക എന്നുള്ളതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്നുകിൽ താൻ എപ്പോഴും നല്ലതാണെന്ന് നാട്ടുകാർ പറയണം, അതിനകത്ത് അത് മാത്രമാണ് പറയുന്നതെന്ന് പറയാൻ ഒക്കില്ല. അതായത് അനുമോളിന് ഇപ്പം തുടക്കം തന്നെ ജിസേല്, ആര്യൻ ഇവര് ബെഡിനകത്ത് എന്ത് ചെയ്തു, ബെഡ്ഷീറ്റിനകത്ത് എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ അനുമോളെ പുറത്ത് എന്തായിരിക്കും ആൾക്കാർ പറയുന്നത് എന്നതിനെ കുറിച്ച് അനുമോൾക്ക് ഒരു ധാരണയും ഇല്ല. അത് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ, ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കാനാണ്, ഒരു സദാചാരം കാണിച്ചു എന്ന് തന്നെയായിരിക്കും ആൾക്കാർ പറയുക എന്നൊക്കെ ഊഹിക്കാം. അങ്ങനെയാണ് ഇവിടെ ഏറ്റവും കൂടുതലും അനുമോൾക്ക് അതിനകത്ത് നെഗറ്റീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇമേജ് കോൺഷ്യസ് ആയിട്ടേ അവിടെ അനുമോൾ നിന്നിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി വരെ ഈ പറയുന്ന കണക്ക് സൂക്ഷിച്ചും കണ്ടും നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അനുമോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എത്ര പ്രൊവോക്ക് ചെയ്ത് നമ്മുടെ അടുത്തോട്ട് വന്നാലും, അതാണ് ബിഗ് ബോസിന്റെ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഈ 100 ദിവസം വേറെ ഒരു പുറത്തുനിന്നുള്ള ഒരു ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ സ്വഭാവം ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മലയാളികൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന എത്ര പേരാണോ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ കാണുന്നത് അത്രയും പേരുടെ മുന്നിലേക്ക്, അതുപോലെ തന്നെ ഒരു മഹാനടന്റെ മുന്നിലേക്ക് നമ്മുടെ സ്വഭാവം ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഒരു ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പോൾ ജഡ്ജ് ചെയ്യുന്നത് ഏത് ലെവലിലായിരിക്കും എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ പറയാൻ കഴിയത്തില്ല.